ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ എപ്പിസോഡിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് മുന്നോടിയായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 10 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയിൽ കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. നല്ല ഈശോയിലേറെ സ്നേഹമുള്ളവരെ, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഈശോയെയാണ് നമ്മളിപ്പോൾ ഈ സുവിശേഷ ഗ്രന്ഥത്തിൽ വായിച്ചു കേട്ടത്. തന്നെ തള്ളിപ്പറഞ്ഞവരെയും തന്നെ ഒറ്റുകൊടുത്തവരെയും തൻ്റെ കുരിശുമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെ വേളയിൽ തന്നെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോയ ശിഷ്യന്മാരെയും എല്ലാമാണ് ഈശോ ചേർത്ത് നിർത്തുന്നത്. മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി ഈശോ അവരെ വിരുന്നുണ്ണുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ഈശോ പറയുന്നു, വന്ന് പ്രാതൽ കഴിക്കുവനെന്ന്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഒരു മോഡ് ഓഫ് ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രവർത്തന ശൈലി ഇപ്രകാരമാണ്. ഈശോ വിരുന്നൊരുക്കുന്നു, ദുഃഖിതരും ബലഹീനരും പാപികളും നിരാലംബരുമായവർ വന്ന് ആ ഭക്ഷണം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ യേശു ഒരുക്കുന്ന സൽക്കാരത്തിൽ അവർ ഭാഗഭാക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത്. ദൈവം വിരുന്നൊരുക്കുന്ന ദൈവമാണ്. പക്ഷെ പലപ്പോഴും ക്രൈസ്തവരായി നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈശോയ്ക്ക് വിരുന്നൊരുക്കണമെന്ന്. ഈശോയെ സൽക്കരിക്കുക, ഈശോയ്ക്ക് വിരുന്നൊരുക്കുക അല്ല, അതല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് ഈശോ ഒരുക്കുന്ന വിരുന്നിൽ, ഈശോ നമ്മളെ ക്ഷണിക്കുന്ന ആ സൽക്കാരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും അതിൽ ഭാഗഭാക്കാവുകയുമാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളാണ് ക്ഷീണിതരും രോഗികളും വിശക്കുന്നവരും ദാഹിക്കുന്നവരുമായിട്ടുള്ളത്. ഈശോയ്ക്ക് ശരിക്കും എൻ്റെയോ നിങ്ങളുടെയോ വിരുന്ന് സൽക്കാരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വിരുന്ന് സൽക്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയും ജലത്തിൻ്റെയും ആവശ്യമുള്ളവർ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്, ദൈവജനമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, വിരുന്ന് ആവശ്യം, ഭക്ഷണം ആവശ്യം നമുക്കാണ്, ദൈവത്തിനല്ല. പക്ഷേ ക്രൈസ്തവരായ നമ്മൾ നെട്ടോട്ടമോടുകയാണ്. പലതരത്തിലുള്ള നേർച്ചകാഴ്ചകളിലൂടെ, വഴിപാടുകളിലൂടെ, സ്വർണ്ണക്കുരിശ്, സ്വർണ്ണ മോതിരം, സ്വർണത്തിൻ്റെതായ കാശുരൂപം, ഇതൊക്കെ കൊണ്ട് ഈ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവം സംപ്രീതനാവുക എന്നാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ദൈവത്തിന് നമ്മുടെ നേർച്ചകാഴ്ചകളുടെ ആവശ്യമില്ല. നേർച്ചകാഴ്ചകൾ വേണ്ടെന്നോ നേർച്ചകാഴ്ചകൾ തെറ്റാണെന്നോ അല്ല പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മറിച്ച് ക്രൈസ്തവ ജീവിതം ഈ നേർച്ചകാഴ്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. മറിച്ച് നമ്മളാണ് യേശു ഒരുക്കുന്ന സൽക്കാരത്തിൽ പങ്കാളികളാകേണ്ടത്. ഈശോ ക്ഷണിക്കുന്നു, നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരുക്കുന്ന വിരുന്നിൽ നമ്മൾ സജീവമായിട്ട് പങ്കാളികളാകണം. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് വിരുന്നൊരുക്കാൻ പരിശ്രമിക്കുന്നു, ദൈവത്തെ സൽക്കരിക്കാൻ പരിശ്രമിക്കുന്നു. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയെ ഒന്ന് സുഖിപ്പിക്കുവാനായിട്ട്, ദൈവത്തെ സംപ്രീതനാക്കുവാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്ന് വചനം പലവരും വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ലൂക്ക 7:36 മുതലുള്ള തിരുവചനങ്ങളിൽ ഫരിസേയനായ ശിമിയോനെ നമ്മൾ കണ്ടുമുട്ടുന്നു. ശിമിയോൻ കാണിക്കുന്ന അതേ പ്രവൃത്തി തന്നെയാണ് പലപ്പോഴും നമ്മൾ കാണിക്കുന്നത്. ദൈവത്തിന് വിരുന്നൊരുക്കുവാനായിട്ട്, ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അതെ, ശിമിയോൻ ജനമധ്യത്തിൽ പലരും കൂടിയിരിക്കുമ്പോൾ ഈശോയെ ഒന്ന് സുഖിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി അവൻ വിരുന്ന് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ
ഒരു പദപ്രയോഗമുണ്ട്. അത് ഇപ്രകാരമാണ്: ലയൺ ഹണ്ടിങ്. ലയൺ ഹണ്ടിങ് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത്, ഞാൻ സമൂഹത്തിലുള്ള പ്രമുഖരുമായിട്ടും മന്ത്രിമാരുമായിട്ടും പ്രശസ്തരായ വ്യക്തികളുമായിട്ടും എനിക്ക് ഭയങ്കര സുഹൃത്ത് ബന്ധമാണ്, അവരുമായിട്ട് എനിക്ക് വലിയ ചങ്ങാത്തമാണ് എന്ന് കാട്ടിക്കൂട്ടുന്നു, പ്രദർശിപ്പിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. ഇതിനെയാണ് ലയൺ ഹണ്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സമൂഹത്തിലൊക്കെ അങ്ങനെ നിരവധി ആളുകളുണ്ട്. എനിക്ക് മന്ത്രിമാരുമായിട്ട് ഒരു പരിചയമുണ്ട്, MLA ആയിട്ട് പരിചയമുണ്ട്, എനിക്ക് എല്ലാവരെയും അറിയാം, അവർക്ക് എന്നെ അറിയാം എന്നൊക്കെ പറയുന്നവർ. അത് ബാഹ്യമായൊരു പ്രകടനമാണ്. ശിമയോനും ഏതാണ്ട് അതേ ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം ഈശോ സമൂഹത്തിൽ സർവ്വസമ്മതനായൊരു വ്യക്തിയായിരുന്നു. യഹൂദ സമൂഹത്തിൽ പ്രമുഖനായൊരു വ്യക്തിയായിരുന്നു ഈശോ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ ജനസമ്മതനും ജനഹൃദയത്തിൽ ഇടം പിടിച്ചവനുമായ ഈശോയെ ഒന്ന് സുഖിപ്പിക്കാൻ, ഈശോയെ ഒന്ന് സന്തോഷിപ്പിക്കുവാനായിട്ട് ശിമയോൻ വിരുന്നൊരുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശിമയോൻ്റെ വിരുന്നിൽ ഈശോ സംപ്രീതനാവുന്നില്ല. ഈശോ അത് തുറന്നു പറയുന്നുണ്ട്: ശിമയോനെ, ഞാൻ കടന്നു വന്നപ്പോൾ നീ എൻ്റെ പാദങ്ങൾ കഴുകിയില്ല, നീ എന്നെ നല്ലവണ്ണം സ്വീകരിച്ചില്ല. എന്നാൽ ഈ രംഗത്തിലേക്ക് കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. അതാണ് പാപിനിയായ സ്ത്രീ. അവൾ ആരോരും ശ്രദ്ധിക്കപ്പെടാതെ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നു, ആ സൽക്കാര മുറിയിലേക്ക് കടന്നു വരുന്നു. അവൾ സ്ഥാനം പിടിക്കുന്നത് യേശുവിൻ്റെ പാദാന്തികത്തിലാണ്. അവിടെ ആയിരുന്നു കൊണ്ട് അവൾ അനുതപിക്കുന്നു, തൻ്റെ കണ്ണീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അവൾ യേശുവിനെ സൽക്കരിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ യേശു അവളെ സൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ സ്നേഹം കൊണ്ട് യേശു അവളുടെ പാപങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നു. അവൾ യേശുവിൻ്റെ വിരുന്നുണ്ണുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒരു വശത്ത് ശിമയോൻ യേശുവിന് വിരുന്നൊരുക്കുന്നു, മറുവശത്ത് ഈശോ ആ സ്ത്രീക്ക്, പാപിനിയായ ആ സ്ത്രീക്ക് വിരുന്നൊരുക്കുന്നു. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ഈ പാപിനിയായ സ്ത്രീയാണ് ക്രൈസ്തവ ജീവിതം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ ബോധവൽക്കരിക്കുന്നതും. അവൾ പറയുന്നത് ഇതാണ്: നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നേർച്ച കാഴ്ചകൾ വഴിയായിട്ടും സ്വർണ്ണക്കുരിശും സ്വർണ്ണമോതിരവും ഒക്കെ കൊടുത്തും ഈശോയെ പ്രീതിപ്പെടുത്തി, അതല്ല ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. മറിച്ച് യേശുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിച്ച് അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരങ്ങൾ നടത്തി കർത്താവ് ഒരുക്കുന്ന ബലിയായ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കാളികളാകുകയും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവൃത്തികൾ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു നല്ല ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ സൽക്കാരം കാത്തിരിക്കുന്നൊരു വ്യക്തിയല്ല. അത് കാണണമെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ കണ്ണോടിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വളരെ രസകരമായൊരു കഥയുണ്ട്. അവിടെ അഗസ്ത്യസ് രാജാവിൻ്റെ ഭരണത്തിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേൽക്കുന്നു. സൈറസ് തൻ്റെ ദൈവമായ ബേലിനെ ആരാധിക്കുന്നു. ഈ ബേല് എങ്ങനത്തെ ദൈവമായിരുന്നറിയാവോ? ഭക്ഷണപ്രിയനായ ദൈവമായിരുന്നു. അല്പം ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ താല്പര്യവും സന്തോഷവും ഒക്കെയുള്ള ഒരു വ്യാജ ദൈവമായിരുന്നു, കപട ദൈവമായിരുന്നു ബേൽ. അപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീഞ്ഞും ഈ ബേൽ എന്ന ദൈവത്തിന് അർപ്പിച്ചിരുന്നു. എത്ര രസകരമായ കഥാപാത്രമാണ് ഈ ദൈവം, അല്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം വേണം. എന്നിട്ട് ആ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട്, ആ ദൈവത്തെ സുഖിപ്പിച്ചിരുത്തുവാനായിട്ട് സൈറസ് രാജാവും ബാബിലോണിലുള്ള സകലരും ചേർന്ന് എപ്പോഴും നേർച്ച കാഴ്ചകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ദൈവം ഒരിക്കലും, അവരുടെ വ്യാജ ദൈവം ഒരിക്കലും അതിൽ സംപ്രീതനാവുകയും ചെയ്യുന്നില്ല. സ്നേഹമുള്ളവരെ, ഇസ്രായേലിൻ്റെ ദൈവമായ സത്യദൈവം, നമ്മുടെ ദൈവമായ ഈശോ, ത്രിയേക ദൈവം ഇങ്ങനെ ഭക്ഷണപ്രിയനായ ദൈവമല്ല. നമ്മുടെ നേർച്ച കാഴ്ചകളും മറ്റും കാത്തിരിക്കുന്ന, വിശന്നിരിക്കുന്ന ഒരു ദൈവമല്ല. മറിച്ച് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സൽക്കാരവുമായിട്ട് വാതിൽ തുറന്നിരിക്കുന്ന ദൈവമാണ്. മകനെ, മകളെ, കടന്നു വരിക. നിന്റെ വേദനകളും നിന്റെ ആകുലതകളും നിന്റെ അസ്വസ്ഥതകളും ഒക്കെ എൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് വിരുന്നുണ്ണുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്ന വാത്സല്യനിധിയായ ഈശോയാണ് നമ്മുടേത്. അപ്പോൾ ചുരുക്കത്തിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. വചനം ശ്രവിക്കുക,
ആ പാപിനിയായ സ്ത്രീ നമുക്ക് നൽകുന്ന മാതൃക പോലെ യേശുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു കൊണ്ട് നിരന്തരം വചനം ശ്രവിക്കുകയും ആ വചനം ശ്രവിച്ച് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കൃപയിലൂടെ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ നല്ല അനുയായികളായിട്ട്, ശിഷ്യരായിട്ട് പരിണമിക്കുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ദൈവത്തിന് വിരുന്നൊരുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് വളരെ ചെലവേറിയ ഒരു പരിപാടിയാണ്. മാത്രമല്ല, ദൈവത്തിന് എപ്പോഴും വിരുന്നൊരുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരൊറ്റ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ സംപ്രീതരും സന്തുഷ്ടരുമല്ല. പലപ്പോഴും ഇത്തരം വ്യക്തികളൊക്കെ അസ്വസ്ഥരാണ്. എത്രമാത്രം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി വിരുന്നൊരുക്കുവാനായിട്ട് അക്ഷീണം എത്രമാത്രം നമ്മൾ യത്നിക്കുന്നുവോ, അത്രമാത്രം നമ്മൾ അസ്വസ്ഥരും ഉത്കണ്ഠാകുലരുമാണ്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ 2 സഹോദരിമാരുണ്ട്, മർത്തയും മറിയവും. അതിലൊരാൾ യേശുവിനെ സൽക്കരിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നു, അക്ഷീണം പരിശ്രമിക്കുന്നു. മറ്റേയാൾ, അതായത് മറിയം, യേശുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു കൊണ്ട് യേശു ഒരുക്കുന്ന വിരുന്ന് അവൾ ഭക്ഷിക്കുന്നു, അവൾ സ്വീകരിക്കുന്നു. 2 പേരും തികച്ചും വ്യത്യസ്തമായ താല്പര്യമുള്ള 2 വ്യക്തികളാണ്. മാർത്ത ചെയ്യുന്നത് യേശുവിനെ സൽക്കരിക്കുവാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. കിടന്ന് കഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല, അവൾ അസ്വസ്ഥയുമാണ്. ഈശോ അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാർത്ത, മാർത്ത, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമാണ്. നീ ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, നീ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് മറിയത്തെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വിരുന്നൊരുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരൊറ്റ വ്യക്തിയും സന്തുഷ്ടരല്ല. പകരം ഈശോ ഒരുക്കുന്ന വിരുന്നിൽ സജീവമായിട്ട് പങ്കെടുക്കുവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോഴാണ് എനിക്ക് സന്തോഷവും സമാധാനവും കൈവരുന്നത്. മാർത്തായുടെ കാര്യം നോക്കുക, മുൻപ് പറഞ്ഞ ഫരിസേയനായ ശിമിയോൻ്റെ കാര്യം നോക്കുക. ഇരുവരും അസ്വസ്ഥരാണ്, ഇരുവർക്കും സമാധാനമില്ല. ലാസ്റ്റിംഗ് ഹാപ്പിനെസ്, നിതാന്തമായ സമാധാനവും സന്തോഷവും ഇരുവരുടെയും ജീവിതത്തിലില്ല. പക്ഷേ പാപിനിയായ ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ആശ്വാസവും ശാന്തിയും കൈവരുന്നുണ്ട്. മറിയവും അതുപോലെ തന്നെ, ആ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെ തന്നെ യേശുവിൻ്റെ പാദത്തിങ്കലാണ് അവൾ സ്ഥാനം പിടിക്കുന്നത്. ഇരുവരും വചനം ശ്രവിക്കുക വഴി യേശു ഒരുക്കുന്ന ആ സ്നേഹവിരുന്നിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. അതുവഴി അവർ സമാധാനം എന്താണെന്ന്, സന്തോഷം എന്താണെന്ന് അടുത്തറിയുകയും ചെയ്യുന്നു. മറ്റുള്ളവരാകട്ടെ അസ്വസ്ഥരുമാണ്. പണ്ട് കേരളത്തിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ഉണ്ണിമിശിഹായുടെ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചു. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന 2 സഹോദരിമാർ, 2 പേരും ആവശ്യത്തെയും പണമുള്ള കുടുംബത്തിൽ നിന്നുമായിരുന്നു. പക്ഷെ 2 പേരും തമ്മിൽ ഒട്ടും ചേർന്ന് പോകില്ലായിരുന്നു, ഭയങ്കര വഴക്കമായിരുന്നു, പരസ്പരം അസൂയയുമായിരുന്നു. ഉണ്ണിമിശിഹായുടെ തിരുസ്വരൂപം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാൾ ഉണ്ണിമിശിഹായെ ഒന്ന് സംപ്രീതനാക്കുവാനായി, ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാനായിട്ട് ആദ്യം ഒരാൾ അരപ്പവൻ്റെ ഒരു സ്വർണ്ണ മോതിരം കൊണ്ടേയിട്ടു. മറ്റേ ആൾക്കത് പിടിച്ചില്ല. മറ്റേ ആൾ കൊണ്ടിട്ടത് 1 പവൻ്റെ മോതിരം ഇട്ടു. അടുത്തയാൾക്ക് വീണ്ടും അരിശമായി, അസൂയയായി 1.5 പവൻ്റെ ഇട്ടു. അങ്ങനെ വാശിക്ക് ലേലം വിളിക്കുന്നത് പോലെ ഒന്നിനുമേലൊന്നായി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുതിയ ഉണ്ണിമിശിഹ വിരൽ നിറച്ച് സ്വർണ്ണമോതിരവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ഈശോയ്ക്ക് വിരുന്നൊരുക്കുന്നവർക്ക് പറ്റുന്നത്. അമിതമായിട്ട് സമയവും പണവും ഒക്കെ പാഴാക്കേണ്ടി വരും, പക്ഷേ ഒരിക്കലും സംതൃപ്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാനായിട്ട്, അതായത് ദൈവത്തിന് വിരുന്നൊരുക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിക്കുന്ന ഒത്തിരിയധികം ആളുകൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും നമ്മുടെ ഇടവകളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലുമുണ്ട്. നമ്മുടെ പണവും സ്വാധീനവും പണക്കൊഴുപ്പുമൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പ്രകടനമായിട്ട് കാട്ടിക്കൂട്ടുന്നവർ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ നമ്മളൊക്കെ എടുക്കുന്ന ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്. ഫോട്ടോസ്, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിരുന്നത് ഓർമ്മകൾ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ടായിരുന്നു, ആൽബത്തിൻ്റെ ഉള്ളിൽ. അത് കാലാകാലം നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളവർ ഫോട്ടോ എടുക്കുന്നത് അത് അന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ട് പിറ്റേ ദിവസം വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുവാനായിട്ടാണ്, മറ്റുള്ളവരെ കാണിക്കുവാനായിട്ടാണ്. 2 തരത്തിലുള്ള മനോഭാവങ്ങൾ. ഒന്ന്, സൂക്ഷിച്ചു വയ്ക്കുവാൻ കാലാകാലം, അവിടെ ഒരു സംതൃപ്തിയുണ്ട്. മറ്റത് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇതേ പ്രശ്നമുണ്ട്. ആത്മീയ ജീവിതത്തിൽ
ഈശോയോടുള്ള സ്നേഹം അത് ബാഹ്യമായിട്ടുള്ള പ്രകടനമായിട്ട് മാത്രം മാറുമ്പോൾ സ്നേഹമുള്ളവരെ ഒരിക്കലും സംതൃപ്തി ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വിരുന്ന് നമ്മൾ ഉണ്ണുകയാണെങ്കിൽ, ഈശോ ഒരുക്കുന്ന വിരുന്നിൽ അല്ലെങ്കിൽ ആ സൽക്കാരത്തിൽ നമ്മൾ സജീവമായിട്ട് പങ്കാളിയാവുകയാണെങ്കിൽ, ഭാഗഭാക്കാവുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എപ്പോഴും ശാശ്വതമായിട്ടുള്ള സന്തോഷവും ശാശ്വതമായിട്ടുള്ള സമാധാനവുമാണ് നമുക്കെപ്പോഴും ലഭിക്കുക. പക്ഷേ അതിന് പകരം നമ്മൾ ഈശോയെ സുഖിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, ഈശോയെ സംപ്രീതനാക്കുവാനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നിതാന്തമായ സമാധാനം ലഭിക്കുകയില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഒരു അനുസ്മരണമാണ്, അല്ലെങ്കിൽ അനംനേസിസ് ആണെന്നാണ്. അതിനർത്ഥം ഈശോ ഒരുക്കുന്ന വിരുന്നായ വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടിയും ഒരുക്കത്തോടെയും നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും ലഭിക്കും. പക്ഷേ ആത്മീയ ജീവിതം ഒരു ബാഹ്യ പ്രകടനം മാത്രമാണെങ്കിൽ നമുക്കൊരിക്കലും സ്നേഹമുള്ളവരെ സന്തോഷം എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. അതിനു പകരം ഉത്കണ്ഠയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തളം കെട്ടി നിൽക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ, ഈശോ നിരവധി വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെയും പറയുന്നത് ഇപ്രകാരമാണ്: ഈശോയ്ക്ക് വിരുന്നുകൾ അല്ലെങ്കിൽ ഭക്ഷണം വലിയ താല്പര്യമായിരുന്നുവെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഈശോ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു ചെല്ലുന്നു എന്നുള്ളത് സത്യമാണ്. ഈശോ അതിഥിയായിട്ട് പല ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിഥിയായി കടന്നു ചെല്ലുന്ന ഈശോ പിന്നീട് അവിടെ ആതിഥേയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിരവധി ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതായത് ഈശോ ഭക്ഷണം സ്വീകരിക്കുവാനല്ല കടന്നു ചെല്ലുന്നത്, ഈശോ ഭക്ഷണം ഒരുക്കുവാനായിട്ടാണ് കടന്നു ചെല്ലുന്നത്. വലിയൊരു വ്യത്യാസമാണിത്. വിരുന്ന് ഉണ്ണുവാനല്ല, വിരുന്ന് ഒരുക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഓരോ ഭവനത്തിലേക്കും കടന്നു ചെല്ലുന്നത്. ഏറ്റവും മികച്ച ഉദാഹരണം കാനായിലെ കല്യാണ വിരുന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഈശോയും പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരുമൊക്കെ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് കടന്നു ചെല്ലുന്നു. അവിടെ പാർട്ടി ആരംഭിക്കുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോകുന്നു. കഥയൊക്കെ നമുക്കറിയാം. വീഞ്ഞ് തീർന്നു പോകുന്ന അവസരത്തിൽ, ആ അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴിയായിട്ട് ഈശോ ആ ഭവനത്തിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, അതിഥിയായി കടന്നു ചെന്ന ഈശോ അവിടെ ആതിഥേയനായിട്ട് മാറുന്നു. വിരുന്നുണ്ണുവാനായിട്ട് കടന്നു ചെന്ന ഈശോ അവിടെ വിരുന്ന് ഒരുക്കുന്നവനായിട്ട് മാറുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനിവാര്യമായി കാണേണ്ടുന്ന ഒരു കൃപയാണിത്. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈശോ ഓരോ ദിവസവും കടന്നു വരേണ്ടതുണ്ട്. വിരുന്നുണ്ണുവാനല്ല, സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനല്ല, പക്ഷെ വിരുന്ന് ഒരുക്കുവാനായിട്ട്. കാരണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ആരാ? ഈശോയാണോ അതോ നമ്മളാണോ? നമ്മളാണല്ലേ. വേദന അനുഭവിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, തകർച്ച അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ നമ്മളാകയാൽ നമുക്കാണ് ഈശോയുടെ വിരുന്ന് കൊണ്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാനായിലെ വിവാഹ വിരുന്നിൽ സംഭവിച്ചതുപോലെ തന്നെ ഈശോയെ നമുക്ക് അനുദിനം നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ഈശോയെ കടന്നു വരണമേ, അങ്ങ് കടന്നു വന്നുവെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിനു പകരം ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാലോ അത് വലിയ ചിലവേറിയ കാര്യമാണ്. അവിടെ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവുകയില്ല. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്ന വളരെ മനോഹരമായൊരു ഉദാഹരണം സക്കേവൂസിൻ്റെ കഥയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സക്കേവൂസിൻ്റെ കഥ. അതെ, സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ ഒരു അതിഥിയെ പോലെ കടന്നു ചെല്ലുന്നു. കഥ നമുക്കറിയാം. അവിടെ ചെന്നതിന് ശേഷം അതിഥിയായി കടന്നു ചെന്നവൻ ആതിഥേയനായിട്ട് മാറുന്നു. അവിടെ ഈശോ ഹീസ് നോ മോർ എ ഗസ്റ്റ്. അവിടെ ഗസ്റ്റല്ല, ഈശോ ഹോസ്റ്റായിട്ട് മാറുന്നു. ഈശോയാണ് പിന്നെ ആ ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഈശോയാണ് ആ കുടുംബത്തിൻ്റെ നാഥനായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ആ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നതിന് ശേഷം ഈശോ പറയുന്നുണ്ട്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഭവനത്തിലേക്ക് എപ്പോഴെങ്കിലും ഈശോയെ ക്ഷണിച്ചു വരുത്താറുണ്ടോ? ചിലപ്പോഴെങ്കിലും ചില ഭവനത്തിൻ്റെ കട്ടിൽപ്പടിയിൽ എഴുതി വയ്ക്കാറുണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നാഥനെന്ന്. പക്ഷെ അതിന് അർത്ഥമറിയാതെ നമ്മളിങ്ങനെ എഴുതി വയ്ക്കുന്നത്. ക്രിസ്തു വീടിൻ്റെ നാഥനാകണമെങ്കിൽ ആ വീടിൻ്റെ നാഥൻ കുടുംബനാഥനായിരിക്കണം ഈശോ.
ആ വീടിന് വിരുന്നൊരുക്കുന്നവനായിരിക്കണം ഈശോ. ആ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് ദാഹാർത്ഥരെയും വിശക്കുന്നവരെയും ഒക്കെ നിരന്തരം ആശ്വസിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം എൻ്റെ ഈശോ. പക്ഷേ നമുക്കിതൊരിക്കലും മനസ്സിലാകാകയാൽ നമ്മൾ ഈശോയെ സുഖിപ്പിക്കുവാനും ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാനുമായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. നേർച്ച കാഴ്ചകളും വഴിപാടുകളും ആ തീർത്ഥാടനവും ഈ അതാണ് പറഞ്ഞത്, ഈശോയ്ക്ക് വിരുന്നൊരുക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ പരാജയമായിട്ട് മാറും, ശിമയോനെ പോലെ അല്ലെങ്കിൽ മാർത്തയെ പോലെ. പക്ഷേ യേശു ഒരുക്കുന്ന വിരുന്നിൽ സജീവമായിട്ട് പങ്കെടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ മറ്റൊരു രംഗമുണ്ട്. അതിഥിയായി കടന്നു ചെല്ലുന്ന ഈശോ ആതിഥേയനായിട്ട് മാറുന്നു. വീണ്ടും അവിടെ എമ്മാവൂസിലേക്കുള്ള യാത്രയാണ് നമ്മളവിടെ ദർശിക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം, ഒരുപക്ഷെ യേശു ഉത്ഥാനം ചെയ്തത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അറിയുന്നില്ല. ദുഃഖാർത്ഥരായിട്ടാണ് അവർ നടന്നു നീങ്ങുന്നത്. പ്രതീക്ഷകൾ അസ്തമിച്ചവരായിട്ടാണ് അവർ നടന്നു നീങ്ങുന്നത്. ആശയറ്റവരായിട്ടാണ് അവർ മുൻപോട്ടേക്ക് നടന്നു നീങ്ങുന്നത്. അവരുടെ മധ്യേ ഇതാ യേശു അവരോടൊപ്പം നടന്ന് മുൻപോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു. ഒടുവിൽ ഈശോയോട് അവർ പറയുകയാണ്, ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് വരുമോ, ഞങ്ങളോടൊപ്പം വരുമോ, ഞങ്ങളുടെ വീട്ടിലേക്ക് നീ ഒന്ന് കടന്നു വരുമോ, ഞങ്ങളോടൊപ്പമായിരുന്നു നീ ഭക്ഷണം കഴിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ അതിഥിയായിട്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നതിന് ശേഷം നടക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കഥയാണ്. നമ്മൾ പറയുന്ന പോലെ ഒരു കഥയിലൊരു ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. ഈശോ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതിഥിയായി പ്രവേശിച്ച ഈശോ അവിടെ ആതിഥേയനായിട്ട് മാറുന്നു. അവരുടെ മുൻപിൽ വെച്ച് അപ്പം മുറിച്ച് അവർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഈശോ ആ ഭവനത്തിൻ്റെ ശിഷ്യന്മാരുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കുന്നു. നമ്മുടെ ഭവനങ്ങളുടെ നിയന്ത്രണം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ? നമ്മൾ ഈശോയ്ക്ക് വിരുന്നൊരുക്കുന്നതിന് പകരം ഈശോ ഒരുക്കുന്ന വിരുന്നിൽ സജീവമായിട്ട് പങ്കെടുക്കുവാൻ സന്നദ്ധയാണോ? അതാണ് ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത്. യേശുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു കൊണ്ട് വചനം ശ്രവിച്ച് വചനത്തിനനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോയിട്ട് ഒരു നല്ല ശിഷ്യനായിട്ട്, ക്രിസ്തു ശിഷ്യനായി ജീവിക്കുന്നതിലാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിജയമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സൽക്കരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം ഒരു പ്രകടനമാക്കി മാറ്റുന്നതിന് പകരം ദൈവമൊരുക്കുന്ന സൽക്കാരത്തിൽ, ഈശോ ഒരുക്കുന്ന സൽക്കാരത്തിൽ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയാകുന്ന ആ നിത്യജീവനിലേക്കുള്ള വിരുന്നിൽ സജീവമായിട്ട് പങ്കെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തിന് വിരുന്നൊരുക്കുക എന്ന് പറയുന്നത് വലിയ ചെലവേറിയ സംഗതിയാണ്. അതിനു പകരം ഈശോ ഒരുക്കുന്ന നമ്മുടെ നിത്യജീവൻ്റെ വിരുന്നിൽ പങ്കാളികളാകുവാൻ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലായിരുന്നു കൊണ്ട് പാപിനിയായ ആ സ്ത്രീയെ പോലെ, അല്ലെങ്കിൽ മാർത്തയുടെ സഹോദരിയായ മറിയത്തെ പോലെ സ്വസ്ഥമായ യേശുവിൻ്റെ ചാരത്തിരുന്ന് വചനം ശ്രവിക്കാം. അതെ, വചനം ശ്രവിക്കുന്നതിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള സൽക്കാരത്തിൽ പങ്കാളികളാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോഴാണ് അവിടുത്തെ വിരുന്നുണ്ണുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്. ആ കടൽ തീരത്തായിരുന്ന ശ്രീഹന്മാർ അവരെല്ലാം ഉപേക്ഷിച്ച് വഞ്ചിയുമായിട്ട് വീണ്ടും കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഈശോ ഒന്ന് വന്ന് പ്രാതൽ കഴിക്കുവിൻ. യേശുവിൻ്റെ സ്വരം ശ്രവിച്ച മാത്രയിൽ അവരുടെ വയറ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ വചനം ശ്രവിച്ച് അനുതപിച്ച് പാപബോധത്തോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് സജീവമായിട്ട് യോഗ്യതയോടുകൂടി വിശുദ്ധ ബലിയിൽ പങ്കാളികളാകുന്നതിലപ്പുറമായിട്ടുള്ള ക്രൈസ്തവ ജീവിതമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കാം, ഈശോയുടെ പാദപീഠത്തെങ്കിൽ നമുക്കായിരിക്കാം. ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ കരുണ കൊണ്ട് ഞങ്ങൾക്കൊരു സദ്യ ഒരുക്കണമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിരുന്നിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ക്രിസ്തു ഒരുക്കുന്ന നിത്യജീവൻ്റെ വിരുന്നിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഒരു വലിയ ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ. പാപങ്ങൾ ഏറ്റുപറയുവാനും വലിയ ഒരുക്കത്തോടും വലിയ യോഗ്യതയോടും കൂടെ വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ക്രിസ്തു ഒരുക്കുന്ന ആ വിരുന്നുണ്ടുകൊണ്ട് ശാശ്വതമായ ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.